ഹായ് ഫ്രണ്ട്സ്, ഞാൻ രാജേഷ് നീലകണ്ഠൻ. വെൽക്കം ടു രാജ് ഗ്രാഫിക്സ്. എല്ലാ സുഹൃത്തുക്കൾക്കും രാജ് ഗ്രാഫിക്സിൻ്റെ ഓണാശംസകൾ നേരുന്നു. ഇന്നത്തെ ട്യൂട്ടോറിയലിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് WP ഫോംസിൻ്റെ കോൺടാക്റ്റ് ഫോമിൽ ഗൂഗിൾ റീക്യാപ്ച എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാമെന്നതാണ്. ഓക്കെ, സോ എന്താണ് റീക്യാപ്ച എന്നാൽ നമ്മുടെ മെയിലിനെ സ്പാമിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗൂഗിളിൻ്റെ റീക്യാപ്ച യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ലെറ്റ് ഗെറ്റ് സ്റ്റാർട്ട് ദ ട്യൂട്ടോറിയൽ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വേഡ്പ്രസിൻ്റെ ഡാഷ്ബോർഡ് നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നെക്സ്റ്റ് നമുക്ക് നമ്മുടെ ഡാഷ്ബോർഡിൻ്റെ മെനുവിൽ നമുക്ക് WP ഫോം സെലക്ട് ചെയ്യാം. WP ഫോംസിൽ നമുക്ക് സെറ്റിങ്സ് സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് സെറ്റിങ്സിൽ കാണാം നമുക്ക് ജനറൽ, ഇമെയിൽ, ക്യാപ്ച. അപ്പോൾ നമുക്ക് ക്യാപ്ച സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് ക്യാപ്ച, റീക്യാപ്ച, അതുപോലെ തന്നെ ടേൺ സൈറ്റിൽ നിന്നൊക്കെ കാണാം. നമുക്ക് നോർമൽ ഇതിൽ ക്യാപ്ച എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ചെറിയ കോൺടാക്ട് ഫോം നമുക്ക് അല്ലെങ്കിൽ സെലക്ട് ചെയ്യുമ്പോൾ നമുക്കൊരു സ്ക്വയറിൽ ഒരു 4-5 ഇമേജസിൻ്റെ ഒരു ടൈല് കാണാം. ആ ടൈലിൽ നമ്മൾ പർട്ടിക്കുലർ ഇമേജ് ഇത്ര ടൈലുണ്ടെങ്കിൽ ആ ടൈലൊക്കെ സെലക്ട് ചെയ്യാൻ പറയുന്നത് കാണാം. അതാണ് നമ്മൾ ക്യാപ്ചയിൽ യൂസ് ചെയ്യുന്നത്. സോ നോർമൽ ഗതിയിൽ നമ്മൾ കോൺടാക്ട് ഫോം നമ്മൾ യൂസ് ചെയ്യുന്നത് റീക്യാപ്ചയാണ്. ഓക്കെ, നമുക്കപ്പോൾ റീക്യാപ്ച സെലക്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ അതിൻ്റെ വേർഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, റീക്യാപ്ച വേർഷൻ 2 അതുപോലെ വേർഷൻ 3. നമുക്ക് റീക്യാപ്ച വേർഷൻ 3 നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, ചെക്ക് ബോക്സ് റീക്യാപ്ച വേർഷൻ 2 എന്ന് പറഞ്ഞാൽ നമ്മൾ കാണാം, നമ്മൾ ചില കോൺടാക്ട് ഫോംസ് നോക്കുമ്പോൾ അതിൻ്റെ തൊട്ട് താഴെ ഐ ആം നോട്ട് എ റോബോട്ട് ചെക്ക് ബോക്സ് ഒക്കെ. ഓക്കെ, സോ ഏറ്റവും ലേറ്റസ്റ്റ് വെർഷനാണ് റീക്യാപ്ച വേർഷൻ 3. നമുക്കൊന്ന് റീക്യാപ്ച വേർഷൻ 3 സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സോ ഇനി നമുക്ക് റീക്യാപ്ച വേർഷൻ 3 നമുക്ക് നമുക്കത് അപ്ലൈ ചെയ്യണമെങ്കിൽ ഇതിൽ സൈറ്റ് കീം അതുപോലെ തന്നെ സീക്രട്ട് കീം അപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഈ റീഡ് അവർ വാക്ക് ത്രൂ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് WP ഫോംസിൻ്റെ ഡോക്യുമെൻറ്റേഷൻ കാണാം. നമുക്ക് തൊട്ട് താഴെ നമുക്കിവിടെ വന്നിട്ട് ഇവിടെ ഗൂഗിളിൻ്റെ റീക്യാപ്ച അഡ്മിൻ കൺസോൾ ഉണ്ട്. ഓക്കെ, ഇവിടെ ഗൂഗിളിൻ്റെ റീക്യാപ്ച അഡ്മിൻ കൺസോൾ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇവിടെ എക്സാമ്പിൾ നമുക്കൊരു ലേബൽ നമുക്കിവിടെ കൊടുക്കാം. നമുക്ക് നമ്മുടെ സൈറ്റിൻ്റെ അഡ്രസ്സ് നമുക്കിവിടെ കൊടുക്കാം. കോപ്പി, Ctrl+V. നമുക്ക് ഈ HTTP ഇതൊന്നും വേണ്ട, നമുക്ക് ജസ്റ്റ് സൈറ്റിൻ്റെ ഒരു പേര് മതി. എനിക്കിവിടെ ടൈംലെസ് ഇൻറ്റീരിയർ എന്ന് മാത്രം മതി. ഓക്കെ, സോ എനിക്കിവിടെ ചലഞ്ച് 2 വേർഷൻ 3 ആണ് എനിക്കിവിടെ. സോ ഞാൻ വേർഷൻ 3 സെലക്ട് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് നമ്മുടെ ഡൊമൈൻ ആഡ് ചെയ്യണം. അപ്പോൾ വീണ്ടും നമുക്കിവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, നമുക്ക് നമ്മുടെ പേസ്റ്റ് ചെയ്യാം. നമ്മുടെ സൈറ്റിൻ്റെ അഡ്രസ്സ് നമുക്കിവിടെ പേസ്റ്റ് ചെയ്യാം. timelessinterior.co in സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ ജസ്റ്റ് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. മൈ പ്രൊജക്റ്റ് ഒന്നുമില്ല. ഓക്കെ, നമുക്കിവിടെ സബ്മിറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ സൈറ്റ് കീ കിട്ടി, അതുപോലെ തന്നെ സീക്രട്ട് കീ കിട്ടി. നമുക്കൊന്ന് ഈ സൈറ്റ് കീ നമുക്ക് കോപ്പി ചെയ്യാം. ഈ സൈറ്റ് കീ കോപ്പി ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എന്ത് വേണം, നമ്മുടെ ഡാഷ്ബോർഡിൽ വന്നിട്ട് നമുക്കിവിടെ സൈറ്റ് കീ നമുക്കിവിടെ Ctrl+V പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ സീക്രട്ട് കീം കൂടെ കോപ്പി ചെയ്ത് കൊടുക്കാം. നമ്മുടെ സൈറ്റിൽ വരാം, നമ്മുടെ ഡാഷ്ബോർഡിൽ വന്നിട്ട് ഇവിടെ ഇത് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ സൈറ്റ് കീം അതുപോലെ തന്നെ സീക്രട്ട് കീം നമ്മുടെ പേസ്റ്റ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിതൊന്നും കുഴപ്പമൊന്നുമില്ല, നമുക്കിത് സേവ് സെറ്റിങ്സ് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് സേവ് സെറ്റിങ്സ് കൊടുക്കാം. അതിന് മുന്നേ നമുക്ക് ഇവിടെ ചെക്ക് ചെയ്യാം. റീക്യാപ്ചയാണ്, വേർഷൻ 3 ആണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടെ സേവ് സെറ്റിങ്സ് ബട്ടൺ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, സോ ഇവിടെ സെറ്റിങ്സ് വാസ് വെരി സക്സസ്ഫുള്ളി സേവ്ഡ് എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് വേണം, ഇനി നമുക്ക് വീണ്ടും നമുക്ക് ഓൾ ഫോംസിൽ പോവാം. നമ്മുടെ ഏത് ഫോംസിലാണ് നമ്മുടെ ക്യാപ്ച യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഓൾ ഫോംസിൽ പോവാം. ഓക്കെ, നമ്മുടെ കോഡ് ഫോമിലാണ്, ഇതാണ് എൻ്റെ ഫോം. അപ്പോൾ അതിന് കോഡ് ഫോം സെലക്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ നമുക്ക് ഇവിടെ സെറ്റിങ്സിലോട്ട് പോവാം. നമ്മുടെ ഫോമിൻ്റെ സെറ്റിങ്സിലോട്ട് പോയിട്ട് ഇവിടെ നമുക്ക് സ്പാം പ്രൊട്ടക്ഷൻ ആൻഡ് സെക്യൂരിറ്റി സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്കിവിടെ എനേബിൾ ഗൂഗിൾ 3 വേർഷൻ 3 റീക്യാപ്ച നമുക്ക് എനേബിൾ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് എന്ത് വേണം, സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ സൈറ്റ് നമുക്കൊന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. സൈറ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യാം.
ഇനി നമുക്ക് കോൺടാക്റ്റസ് പേജിലൊന്ന് പോവാം. കണ്ടില്ലേ, റൈറ്റ് സൈഡിൽ കണ്ടില്ലേ, പ്രൊട്ടക്റ്റഡ് ബൈ റീക്യാപ്ച. ഓക്കെ, ഇതാണ് വേർഷൻ 3 ലേറ്റസ്റ്റ് വേർഷൻ്റെ റീക്യാപ്ച. ഓക്കെ, സോ ഞാൻ നേരത്തെ പറഞ്ഞു വേർഷൻ 2 നമ്മൾ ചെറിയ ചെക്ക് ബോക്സ് കാണും. ഓക്കെ, പക്ഷേ ഇപ്പോൾ ലേറ്റസ്റ്റ് വേർഷൻ നമ്മൾ 3 ഇങ്ങനെയാണ് റീക്യാപ്ച അവർ ആഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമുക്കത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ മെയിലിനെ സ്പാമിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ WP ഫോംസിൻ്റെ കോൺടാക്റ്റ് ഫോമിൽ ഗൂഗിളിൻ്റെ റീക്യാപ്ച എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണമെന്ന് നിങ്ങൾ പഠിച്ച് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഈ ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, ഷെയർ, കമൻറ്റും ചെയ്യുക. അതോടൊപ്പം താഴെ കാണുന്ന ബെല്ലൈക്കൺ അമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ലേറ്റസ്റ്റ് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ടിൽ ദെൻ, ബൈ.